നരിവേട്ട ട്രൂ സ്റ്റോറി അങ്ങനെ കണ്ടിട്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതൊരു പക്ക പൊളിറ്റിക്കൽ ഡ്രാമ മൂവിയാണ്. അതുകൊണ്ട് തന്നെയാണെങ്കിൽ കുറേ ആൾക്കാർ ഇതിനകത്ത് കയറി നാടകം അഭിനയിച്ചേക്കുന്നൊക്കെ നമുക്ക് ഇവിടെ അവിടെ ഇവിടെയൊക്കെ കാണാൻ പറ്റും. അതെന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ മുന്നോട്ട് പറയുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു പടം ഞാൻ കാണാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഒരു ഒറ്റ പേര്, അത് ടൊവിനോ അല്ല, വേടനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടത്തിൻ്റെ ഒരു പ്രൊമോഷനൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത്ര വലിയ ഭീകരമായിട്ടുള്ള പ്രൊമോഷനോ കാര്യങ്ങളൊന്നും ഈ ഒരു പടത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായ പാട്ട് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്, അതായത് വാടാ വേട എന്ന് പറയുന്ന പാട്ട്. അതിന് ഇപ്പം 13 ലക്ഷം വ്യൂസ് ആണ് 2 ദിവസം കൊണ്ട് കിട്ടിയേക്കുന്നത്. ഇതിനകത്തൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേടനെ ഈ സംസാരിക്കുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ പറയുന്ന പൊളിറ്റിക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വരികളിനകത്തൂടെ, ആ സാധനം തന്നെയാണ് സിനിമയ്ക്കകത്തോടെ ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ മറ്റൊരു രീതിയിലാണ് നമ്മളത് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ആൾക്കാരോട് എത്തിക്കുന്ന ഒരു സാധനമായിരുന്നു വേടൻ്റെ ആ ഒരു പാട്ട് ഇറങ്ങിയത്. നിങ്ങൾ ഒരു പടം കണ്ടിട്ട് ഇറങ്ങിയിട്ട് ഈ പാട്ട് വീണ്ടും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും വേടൻ്റെ ഈ ഒരു പാട്ടിനകത്ത് പറയുന്ന വരികൾ അത്രത്തോളം ഇൻഡെപ്തിൽ ഇറങ്ങിയിരിക്കുന്ന സാധനങ്ങളാണ്. ആ പടത്തിൽ എന്താണോ പറയുന്നത് ആ സെയിം സാധനം തന്നെയാണ് വേടൻ്റെ ഈ ഒരു പാട്ടിനകത്തൂടെ പറയുന്നത്. പക്ഷേ വേടൻ്റെ പാട്ട് ഈ ഒരു പടത്തിനകത്ത് എവിടെയില്ല, സെപ്പറേറ്റ് ആയിട്ട് ഇറക്കിയേക്കുന്ന ഒരു പാട്ടായിരുന്നു. ഇനി ഒരു പടത്തിലോട്ട് വരുമ്പോഴത്തേക്കിന് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു പക്ക പൊളിറ്റിക്കൽ ഡ്രാമ മൂവിയാണ്. അതിൻ്റേതായിട്ടുള്ള ഫസ്റ്റ് ഹാഫിൻ്റെ കുറച്ച് വലിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് വലിച്ചിലല്ല, നല്ല വലിച്ചിലുണ്ട്. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴത്തേക്കിനും അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിൻ്റെ പകുതിയിൽ നിന്ന് അങ്ങോട്ട് എത്തുമ്പോഴാണ് നമുക്കൊരു കണക്ഷൻ സിനിമയിൽ ഫീൽ ചെയ്യുന്നത്. ഫസ്റ്റ് ഹാഫിൽ എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ ഇത് എന്തോന്നിടെ ഇതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മേ ബി പറയുന്ന ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി ആയതുകൊണ്ട് അതിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്ററി ടൈപ്പ് ഓഫ് സാധനമാണ്. അതിനകത്ത് കുറച്ച് സിനിമാറ്റിക് എലമെൻറ്റ്സ് കയറ്റാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഹാഫിൽ ഇത്രയും വലിച്ചിൽ കാര്യങ്ങളൊക്കെ. അത് കയറ്റാൻ വേണ്ടിയിട്ട് 1.5 മണിക്കൂർ തീർക്കേണ്ടുന്ന ഒരു പരിപാടിയാണ്. ഫസ്റ്റ് ഹാഫിൽ ടൊവിനെ വെച്ചിട്ടാണെങ്കിൽ കുറച്ച് റൊമാൻസ് പരിപാടിയും അല്ലാതെ ഒരു എന്താ പറയുക, വർഗീസ് എന്നാണ് ടൊവിനോയുടെ ക്യാരക്ടറിൻ്റെ പേര്. ഒരു പോലീസ് ആവാൻ താല്പര്യമില്ലാതെ പോലീസ് ആവാൻ വേണ്ടിയിട്ട് പോകുന്ന കാര്യമാണ്. ഇത് നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കണം. ഇത് ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ബാക്ക് സ്റ്റോറി പറഞ്ഞ് അങ്ങനെ അങ്ങ് പോവുകയാണ്. അതായത് ഫസ്റ്റ് ഹാഫ് ടൊവിനോയുടെ സ്റ്റോറി, സെക്കൻഡ് ഹാഫാണ് ഇവർ പറയാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു പൊളിറ്റിക്സ്, ആ ഒരു രീതിയിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫിൽ നല്ല വലിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പടത്തിൻ്റെ ടൊവിനോയും ആ ഒരു നായികയും കൂടെ ബോർഡിലിരുന്ന് സംസാരിക്കുന്ന ഒരു സീനുണ്ട്. ആ സീനിനകത്ത് ഒരു ഡോളറിൻ്റെ ചിഹ്നം ഇങ്ങനെ ഇടയ്ക്കൂടി ഇങ്ങനെ വെള്ള കളറിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് പാറി കളിക്കുന്നുണ്ടായിരുന്നു. മേ ബി ഞാനിരുന്ന ആ ഒരു തിയേറ്ററിലെ ആ ഒരു പ്രൊജക്ടറിൻ്റെ മിസ്റ്റേക്കോ കാര്യങ്ങൾ എന്തെങ്കിലും ആയിരിക്കാം. അത് കണ്ടിട്ടുള്ള ആൾക്കാർ ജസ്റ്റ് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണം നിങ്ങൾ പടം കാണാൻ പോയപ്പോൾ അങ്ങനത്തെ ഇതുണ്ടായിരുന്നു എന്നുള്ളത്. സെക്കൻഡ് ഹാഫിൽ ഇതേപോലെ ഒരു സീനകത്ത് ഈ ഒരു ഡോളറല്ല വേറൊരു വെള്ള വരെ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിലെ ടൊവിനോയുടെ ക്യാരക്ടർ ഇപ്പം വർഗീസ് എന്നാണ് പേര്. ഈ വർഗീസിനെ ഉണ്ടല്ലോ, ഈ ക്യാരക്ടറാണെങ്കിൽ നമുക്കിങ്ങനെ റോഡെ പിടിച്ചിട്ട് അങ്ങ് ഒരയ്ക്കാൻ തോന്നും. അതുപോലത്തെ ഒരു മടിയനായ ഒരു കഴിപ്പണം കെട്ടവൻ, അതുപോലെ ഒരാളാണ് ടൊവിനോയുടെ ആ ഒരു ക്യാരക്ടർ വർഗീസ് എന്ന് പറയുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫ് കഴിയുമ്പോഴത്തേക്കിനാണെങ്കിൽ ടൊവിനോ ഈ പറയുന്ന ആ ഒരു സാധനം മാറിയിട്ട് ഒരു ഹീറോ പരിവേഷത്തിലോട്ട് എത്തും. ആൻഡ് ഫസ്റ്റ് ഹാഫിൽ ഈ റൊമാൻസ് കാര്യങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റേ മിന്നൽ വള സാധനമില്ലേ, ഈ റീൽസിനകത്തെല്ലാം കൂടി ഇട്ട് വെറുപ്പിച്ചത് കൊണ്ടായിരിക്കാം ആ പാട്ട് ഈ ഒരു സിനിമയ്ക്കകത്ത് കണ്ടപ്പോഴത്തേക്കിന് എനിക്ക് ഇതൊന്ന് പെട്ടെന്നൊന്ന് അടിച്ച് വിട്ടാൽ മതിയായിരുന്നു എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നി. കാര്യം അതുപോലെയാണ് അവർ ഇതുപോലെ വെറുപ്പിച്ച് വെക്കുന്നത്. സുരാജ് വെഞ്ഞാറമൂട് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക പൊളി ക്യാരക്ടറാണ് കേട്ടോ. പിന്നെ അല്ലെങ്കിൽ ഈ നല്ലവനായിട്ടുള്ളൊരു ക്യാരക്ടറൊക്കെ ആൾക്കാർക്ക് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അത്ര ഒരു കണക്ഷൻ ഫീൽ ചെയ്യുമ്പോഴത്തേക്കിന് അവസാനം സിനിമ ടിപ്പിക്കൽ സിനിമ ക്ലീഷ്യ സാധനം ഉണ്ടല്ലോ, പിന്നീട് അങ്ങോട്ട് എന്തായിരിക്കും ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള സാധനമൊക്കെ നമുക്ക് നേരെ മനസ്സിലാവും. ഓക്കെ, ആ ഒരു പരിപാടിയാണ് സുരാജേട്ടനെ കൊടുത്തേക്കുന്നത്. ടൊവിനോയുടെ ആക്ടിങ് പറയുമ്പോഴത്തേക്കിന് സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് അങ്ങോട്ടുണ്ടല്ലോ മക്കളെ വേറെ ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യ ലെവൽ സാധനം. പിന്നെ ഇതിനകത്ത് ഈ ആദിവാസികളായിട്ട് ഈ പ്രശ്നം ഉണ്ടാവുമല്ലോ, ഈ ആദിവാസികളെ ലീഡ് ചെയ്യുന്നൊരു ലേഡിയുണ്ട്. ആ ലേഡിയും അതേപോലെ തന്നെ ഇവരുടെ കൂട്ടത്തിൽ ഒരു പട്ടിയും കൊണ്ട് നടക്കുന്നൊരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ്റെ അഭിനയം ഉണ്ടല്ലോ, ഇവിടെ ഒരു രീതിയിലും നമ്മൾ പറയത്തില്ല പുള്ളി ഒരു ആദിവാസിയല്ലെന്ന്. കാര്യം പുള്ളിയുടെ ആക്ടിങ് വൈസ് ആണെങ്കിലും മാനറിസം, പുള്ളിയുടെ ഫുൾ ആ ഒരു പക്കയായിട്ട് ഒരു ആദിവാസി എന്താണോ ആ ഒരു രീതിയിലുള്ള പെരുമാറ്റവും കാര്യങ്ങളൊക്കെയാണ് പുള്ളി അവിടെ കാണിച്ചേക്കുന്നത്. അമ്മാതിരി അഭിനയമാണ്. പിന്നെ ഇതിനകത്ത് നാടകം അഭിനയിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. മേ ബി ഈ പറഞ്ഞ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് അവസരം 1-2 ഡയലോഗ് അങ്ങനെ കൊടുത്തതായിരിക്കാം. കാര്യം 2-3 സീനുകൾ ഞാൻ ആരൊക്കെയാണെന്നുള്ള പേരൊന്നും എടുത്ത് പറയുന്നില്ല. കാര്യം പറഞ്ഞാൽ മേ ബി ഈ ഒരു വീഡിയോ ഉണ്ട് അവർക്ക് വേദനകൾ ഉണ്ടായില്ല, അതൊന്നും നമുക്ക് വേണ്ട. അപ്പം അങ്ങനെയുള്ള 2-3 ക്യാരക്ടേഴ്സ് ഉണ്ട്. അവർ വെച്ച് നോക്കുമ്പം ആ ഒരു ചേട്ടൻ്റെ കൂടെ നടക്കുന്നൊരു പട്ടിയുണ്ട്. ആ പട്ടി അവരെക്കാട്ടി അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കാര്യം ആ പട്ടിയുടെ അഭിനയത്തിൽ എനിക്ക് എവിടെയൊക്കെ കുറച്ച് കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാനെ കൊണ്ട് ആ പട്ടിയെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. പിന്നെ എനിക്ക് വേറെ കോമഡി ആയിട്ട് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ സെക്കൻഡ് ഹാഫിൽ വരുമ്പോഴത്തേക്കിന് ഈ ആദിവാസികളെ ലീഡ് ചെയ്യുന്ന ആ ഒരു ലേഡി ഉണ്ടല്ലോ, ആ ഒരു ലേഡി ഇവർക്കാണെങ്കിൽ അരി പോലും ഇല്ല, ഫുഡ് കഴിക്കാൻ ഒരു വകയില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് തൊട്ടടുത്ത സീനിനാണെങ്കിൽ പുള്ളിക്കാരി കിഡിലും ഒരു നൈറ്റ്, അത്യാവശ്യം കളർഫുൾ ആയിട്ടുള്ള നൈറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്ക് അറിയത്തില്ല, അങ്ങനെ ഇട്ടിട്ട് നിൽപ്പുണ്ട്. അപ്പം അങ്ങനത്തെ കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ ഈ ഒരു പടത്തിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് മുഴുവനാണെങ്കിൽ ടൊവിനോ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ, വർഗീസ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിന്റെ സ്റ്റോറിയാണ് ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് ആണ് ഈ ഒരു സിനിമയുടെ പൊളിറ്റിക്സ് എന്താണെന്നും അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ കോർ എന്താണെന്ന് സെക്കൻഡ് ഹാഫിലാണ് കാണിക്കുന്നത്. കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴാണ് എവിടേക്ക് ഒരു പടത്തിന്റെ കുറേ സാധനം നമുക്ക് കണക്ട് ആവുന്നത്. സെക്കൻഡ് ഹാഫ് ഉണ്ടല്ലോ, ഇതിനകത്ത് സുരാജ് വെഞ്ഞാറമൂടിന്റെ ക്യാരക്ടർ അത്ര അടിപൊളിയാക്കി വെച്ചേക്കാണ്. അത് കഴിഞ്ഞിട്ട് ടൊവിനോയുടെ ഒരു ക്യാരക്ടർ ചേഞ്ച് ആവുന്നത്. അങ്ങനെ മാറി ടൊവിനോ കുറേ സത്യങ്ങൾ അറിയുന്നു, പിന്നീട് അങ്ങനെയുള്ള ഒരു കുറേ സാധനങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു സെക്കൻഡ് ഹാഫിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ.
ആ ഒരു സമയത്ത് ആ ഒരു സീന് കാര്യങ്ങളൊക്കെ അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, വേറെ ലെവൽ സാധനം. കാര്യം നമുക്കൊക്കെ ഇങ്ങനെ അയ്യോ കഷ്ടമുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ തോന്നുന്നു. കാര്യം ഒരു കൊച്ചു കുട്ടിയൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ആ കൊച്ചു കുട്ടിയുടെ സീനൊക്കെ ആണെങ്കിൽ നമുക്ക് അത്രയും ഇത് കണക്ട് ആയിട്ടുണ്ട് ആ ഒരു കുറച്ച് സാധനങ്ങളൊക്കെ. പിന്നെ ക്ലൈമാക്സിലോട്ട് എത്തുമ്പോഴത്തേക്കിന് അവിടെ ടൊവിനോയുടെ ആ ഒരു പോരാട്ടം എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. വേടൻ എന്താണ് ചെയ്യുന്നത്, ഇവിടെ ആ വാക്കുകളിലൂടെ നടത്തുന്ന ആ ഒരു പോരാട്ടം അല്ലെങ്കിൽ വരികളിലൂടെ നടത്തുന്ന ആ ഒരു പോരാട്ടം നമ്മുടെ നാട്ടിൽ ഇന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ നിലനിൽപ്പുണ്ട്, ഇത് മാറിയിട്ടില്ല. കാര്യം കഴിഞ്ഞ ദിവസത്തെ നമ്മളെ വീഡിയോസൊക്കെ നമ്മളതൊക്കെ റിയാക്ട് ചെയ്താൽ അതൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അങ്ങനെ പോകുന്നൊരു സാധനം പക്കയായിട്ട് ആ ഒരു ടൊവിനോയിലൂടെ കാണിക്കുകയാണ്. ലാസ്റ്റ് ടൊവിനോ ഒരു സാധനം പറയുന്നുണ്ട്, ഇവരുടെ ശബ്ദമായിരുന്നു എന്നിലൂടെ വന്നത് എന്നുള്ളൊരു സാധനം ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ട്. എക്സാക്ട്ലി ആ ഒരു സാധനം അവിടെ കാണുന്നുണ്ട്. ആ സാധനം തന്നെയാണ് വേടൻ ഇവിടെ പാട്ടുകളിലൂടെ വരികളിലൂടെ ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് വേടനെ കൊണ്ട് അങ്ങനെ ഒരു പാട്ട് ഇറക്കിപ്പിച്ചത് എന്തുകൊണ്ടും ആപ്റ്റ് ആണ്. അങ്ങനെ ക്ലൈമാക്സ് എൻഡ് ആകുമ്പോഴത്തേക്കിന് ഈ ഒരു ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി ആയതുകൊണ്ട് തന്നെ ഒരു ടിപ്പിക്കൽ ക്ലീശ പടത്തിൽ കാണിക്കുന്ന പോലത്തെ ഒരു ഭീകര സംഭവം ഒന്നും കാണിക്കാൻ പറ്റില്ല. പക്ഷേ ആ ഒരു എൻഡ് ചെയ്യേണ്ട രീതിയിൽ ജസ്റ്റ് അവിടെ എൻഡ് ചെയ്തിട്ടുണ്ട്. അത്ര ഭീകരമായിട്ട് എൻഡ് ചെയ്തൊന്നും പറയാൻ പറ്റത്തില്ല. ഈ ഇൻ്റർവെല്ലിൽ കൊണ്ട് നിർത്തിയേക്കുന്ന ഒരു സീനുണ്ട്, ഇടവേള എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്നത്. ആ ഇടവേള എഴുതി കാണിച്ചപ്പോഴത്തേക്കിന് നമുക്കുള്ള ചൊറിഞ്ഞു കയറി വരും, പടത്തിൽ നിന്ന് ഇറങ്ങി പോയാലും തോന്നിപ്പോകും. കാര്യം എന്ന് വെച്ചാൽ ഇതൊരു ഡോക്യുമെൻ്ററി ടൈപ്പ് ഓഫ് സാധനമാണ്. അതിനൊരു സിനിമാറ്റിക് ടച്ച് ചേർത്തതിൻ്റെ പേരിൽ ആ ഒരു ഫസ്റ്റ് ഹാഫിൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഇങ്ങനെ ഇട്ടിട്ട് പോയിട്ടുണ്ട്. അതിനകത്ത് കുത്തി നിറക്കണമല്ലോ, അങ്ങനെ കുത്തി നിറച്ചാണ് ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ ഫുള്ള് കൊണ്ടുപോകുന്നത്. അത് നല്ല വെറുപ്പിന് പറഞ്ഞാൽ അന്യായ സാധനമായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഹാഫിൻ്റെ ആ സെയിം സാധനം തന്നെ ആയിരിക്കും സെക്കൻഡ് ഹാഫ് എന്ന്. സെക്കൻഡ് ഹാഫ് വരെ എത്താനെ കൊണ്ട് ഒരു ഇത്തിരി കഷ്ടപ്പെട്ടു. പക്ഷേ ആ ഒരു സെക്കൻഡ് ഹാഫിൽ നിന്ന് ക്ലൈമാക്സ് വരെ കാണാനെ കൊണ്ട് മക്കളെ വേറെ ലെവൽ സാധനമാണ്. കാര്യം അമ്മാതിരി എന്താ പറയുക സാധനം ഇമോഷണലി അത്രത്തോളം കണക്റ്റ് ആക്കുന്ന കുറേ സാധനങ്ങൾ സെക്കൻഡ് ഹാഫിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുണ്ട്. പക്ഷേ അതുവരെ എന്തിനായിരുന്നു അത്രയും ഭാഗങ്ങളെന്നുള്ളതൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കും. കാര്യം കുറച്ചുകൂടെ ക്രിസ്പ് ആൻഡ് ഷാർപ്പാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ അടിപൊളിയായിരുന്നു. ഇതിൻ്റെ ഒരു മ്യൂസിക്കിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗോത്രവർഗമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് മ്യൂസിക് കാര്യങ്ങളൊക്കെയാണ് ആഡ് ചെയ്തേക്കുന്നത്. ആൻഡ് ഈ ഒരു പടത്തിൽ പറയുന്ന ഒരു പൊളിറ്റിക്സ് ഇല്ലേ, നമ്മുടെ നാട്ടിൽ 2003 മുത്തങ്ങയിൽ നടന്നേക്കുന്ന ഈ ഒരു ഇഷ്യൂ, ഒരുപാട് സമരങ്ങൾ കണ്ടേക്കുന്ന ഭൂമിയാണ് വയനാട് എന്ന് പറയുന്നത് അല്ലേ. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് ഇങ്ങനൊരു സംഭവം നടന്നത്, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ 2003 അങ്ങ് 80s 90s അല്ല, 2003 നടന്നേക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും ഭീകരമായിട്ടുള്ള കാര്യം ഇതിൻ്റെ ഇൻഡെപ്തിലോട്ട് ഇറങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ബാബു എന്ന് പറയുന്ന വല്ലാത്തൊരു കഥ എന്ന് പറയുന്ന ആ ഒരു പരിപാടി ചെയ്യുന്ന ആ ഒരു ചേട്ടനില്ലേ, തൻ്റെ സെപ്പറേറ്റ് ഉള്ളൊരു ചാനലുണ്ട്. ആ ഒരു ചേട്ടൻ അതിനകത്ത് ഒരു 50 മിനിറ്റുള്ളൊരു വീഡിയോ ഉണ്ട്. ഇൻഡെപ്തിൽ ഇറങ്ങിയിട്ട് ഇതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ വീഡിയോ ഫുള്ള് നമ്മൾ കണ്ടു തീർക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറയും. കാര്യം അതുപോലത്തെ കാര്യങ്ങളാണ് ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അത് വളരെ കൃത്യമായിട്ട് ഇപ്പം മീൻസ് അത്രത്തോളം വൈഡായിട്ട് ഒരു പടത്തിലോട്ട് കയറി പോയിട്ടില്ല എന്നുണ്ടെങ്കിലും കാണിക്കേണ്ടുന്ന കുറച്ച് ഭാഗങ്ങൾ കാണിച്ചിട്ടുണ്ട്. അത് നമുക്ക് അതാ ഞാൻ പറഞ്ഞ സെക്കൻഡ് ഹാഫിൻ്റെ പകുതിയിൽ നിന്ന് അങ്ങോട്ടുള്ള സാധനങ്ങൾ അത് ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാര്യം ഈ പൊളിറ്റിക്സ് കാര്യം ഇന്നും ഇപ്പം ഈ പറയുന്ന ഗോത്രവർഗത്തോടോ ദളിത് വിഭാഗത്തോടോ അല്ലെങ്കിൽ താഴ്ന്ന ജാതി അങ്ങനത്തുള്ള കുറേ സാധനങ്ങളൊക്കെ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് കഴിഞ്ഞ ദിവസം നമ്മൾ വേടനുമായിട്ട് ബന്ധപ്പെട്ട് വിഷയങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഇവിടെയുള്ള ആൾക്കാരൊക്കെ കുറേ സംസാരിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിയാക്ട് ചെയ്തതാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് കണ്ട കാര്യം ഞാനൊരു വീഡിയോ ചെയ്തതിന് മുമ്പ്, അതായത് വേടനെ മറ്റേ നരേന്ദ്രമോദിക്കെതിരെ പാട്ട് പാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേടനെതിരെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് പാലക്കാട് നിന്നൊക്കെ പോയേക്കാണ്. അങ്ങനത്തെ രീതിയിലൊക്കെ പോയേക്കാണ്. അപ്പം അന്ന് ഇപ്പം ഇടയിൽ നിങ്ങൾ ആലോചിക്കുക, ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ പറഞ്ഞ വിമർശന സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു രാജ്യമായിട്ട് നമ്മുടേത് മാറിയോ എന്നുള്ള സംശയം തോന്നിക്കുന്ന ഒരു സാധനമാണ് വേടനെതിരെ വന്നേക്കുന്ന ഈ ഒരു കേസും കാര്യങ്ങളൊക്കെ. ഈ സിനിമയ്ക്കകത്ത് എന്താണ് പറഞ്ഞേക്കുന്നത്, സിനിമയ്ക്കകത്ത് ഇതേപോലെ തന്നെയാണ്. കാര്യം അവരുടെ ഭൂമി അവരുടെ അവകാശമായിരുന്നു, അത് നിഷേധിക്കപ്പെടുന്നു, അതിനു വേണ്ടിയിട്ട് പോരാടിയതിൻ്റെ പേരിൽ കുറേ ആൾക്കാർ മരിച്ചു വീഴുന്നു അല്ലേ. അത്തരം കാര്യങ്ങൾക്ക് ഇന്ന് ഇത് നിലനിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു സിനിമയുടെ ഒരു സിനിമാറ്റിക് രീതിയിൽ ഒരുപാട് പടത്തിന് കുറച്ച് നെഗറ്റീവ് വശം ഉണ്ടെങ്കിൽ കൂടി ഈ ഒരു പടത്തിനകത്തൂടെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് വേണ്ടുന്നതാണ്. ഇതിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. സമൂഹത്തിൽ നിന്ന് തുടച്ച് നീക്കേണ്ടുന്ന കുറേ കാര്യങ്ങൾ, നമ്മുടെ സിസ്റ്റം കാണിച്ചു കിട്ടുന്ന കുറേ പരിപാടികളൊക്കെ അതൊക്കെ തുടച്ച് നീക്കേണ്ടുന്നതാണ്. ഇത് നമ്മളെല്ലാവരും അറിയേണ്ടതാണ്. ഈ ചരിത്രങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. വേടൻ്റെ പാട്ടുകളിലൂടെ നമ്മൾ അറിയുന്നത് പോലെ ഇത്തരം സിനിമകളിലൂടെ നമ്മൾ അറിയേണ്ടത് തന്നെയാണ്. ആസ് എ ഹോൾ ഈ ഒരു പടത്തെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കണ്ടു, അതായത് ഭയങ്കര ബ്രഹ്മാണ്ഡ പടമാണെന്നൊക്കെ കുറച്ച് ആൾക്കാർ പറയുന്നത്. എനിക്ക് അങ്ങനത്തെ വലിയ അവകാശവാദങ്ങളൊന്നുമില്ല. ഇതൊരു നല്ലൊരു പടമാണ്. ഫസ്റ്റ് ഹാഫിൽ ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ നെഗറ്റീവ്സ് സാധനങ്ങളൊക്കെ പറഞ്ഞല്ലോ, ആ സാധനങ്ങളൊക്കെ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ അടിപൊളി ഒരു പടമാണ്. ഒരു പക്ക പൊളിറ്റിക്കൽ ഡ്രാമ, അത്ര ബ്രഹ്മാണ്ഡ സാധനമാണെന്നൊന്നും പറയത്തില്ല. പക്ഷേ ആ ഒരു സെക്കൻഡ് ഹാഫിൻ്റെ അവിടുന്ന് അങ്ങോട്ട് കാണാനെ കൊണ്ട് വെർത്താണ്. കാര്യം ആ ഒരു ഇമോഷണൽ കണക്ഷൻ അടിക്കുന്ന ഒരു സാധനമുണ്ട്. ആ ഫസ്റ്റ് ഹാഫ് എനിക്ക് ഇപ്പോഴും തോന്നിപ്പോവുക, എന്തിനാണ് ആ ഫസ്റ്റ് ഹാഫ് അത്രയും നേരം കണ്ടിരുന്നത്, വെറുതെ സെക്കൻഡ് ഹാഫ് ഇൻ്റർവെല്ലിന് വന്ന് കയറി കണ്ടാൽ മതി പടം. കാര്യം അതാണ് പടം, അവിടെയാണ് പടം ഫുള്ളോ ഇരിക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഡിറ്റക്റ്റീവ് ഉജ്ജ്വലം പോയി കാണാനെ കൊണ്ട്. അത് കണ്ടിട്ട് ഞാൻ വന്നിട്ട് ബാക്കി കഥ പറയാവേ. അപ്പോൾ ശരി, ബൈ.